കൊച്ചി മുസിരീസ് പിന്നാലെ എന്ന കലാമാമാങ്കവേദിയായ ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഇന്നത്തെ കവലയുടെ യാത്ര. മുൻപ് കൽബത്തി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലത്ത് ഒട്ടനവധി മാറ്റങ്ങളാണ് ബിനാലെയ്ക്ക് ശേഷം സംഭവിച്ചത്. ഫോർട്ട് കൊച്ചി നിവാസികളായിരുന്നവരുടെ ജീവിതത്തിൽ ബിനാലെ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഇന്നത്തെ കവല പരിശോധിക്കുന്നത്. നമസ്കാരം. ഇന്നത്തെ കവലയുള്ളത് കൽബത്തിയിലാണ്. കൽബത്തി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ആസ്പിൻവാൾ ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് എളുപ്പത്തിൽ മനസ്സിലായെന്ന് വരും. കൊച്ചി മുസിരീസ് ബിനാലെ നടക്കുന്ന നമ്മുടെ സ്വന്തം കൽബത്തി അഥവാ നാളെയുടെ വെളിച്ചം. കൽബത്തിയിലുണ്ടായ മാറ്റങ്ങൾ, കൽബത്തിയിലെ വികസനങ്ങൾ, ബിനാലെയ്ക്ക് ശേഷം അതാണ് ഇന്നത്തെ കവല അന്വേഷിക്കുന്നത്. ബിനാലെ ആണ് കൽബത്തിയെ ആസ്പിൻവാൾ ഹൗസ് എന്ന തലത്തിൽ ലോകത്തെ എമ്പാടും അറിയിപ്പിച്ചത്. എന്താണ് ബിനാലെയ്ക്ക് ശേഷമുള്ള കൽബത്തിയുടെ ഒരു കഥ? ലോകത്തിൽ കൽബത്തി എന്താണെന്നുള്ളത് ബിനാലയിൽ കൂടെയാണ് ഇപ്പം ലോകം അറിയപ്പെടുന്നത്. ഇതിനോടനുബന്ധിച്ച് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ, പിന്നെ ഹോം സ്റ്റേകൾ, അതേമാതിരി നിരവധി റെസ്റ്റോറൻറ്റുകൾ, നിരവധി ഹോട്ടലുകൾ ഈ പ്രളയം കഴിഞ്ഞിട്ട് ഈ ബിനാലയാണ് ഇന്ന് ഇപ്പോൾ ഒരു ഉണർവോടുകൂടി വന്നിരിക്കുന്ന സംഭവം. നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ബിനാലയും അനുബന്ധിച്ച് നമുക്ക് കുറച്ച് വർക്കുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മളെ ഉപജീവന മാർഗത്തിൻ്റെ ഒരു വശം. അതുപോലെ തന്നെ പല മേഖലകളിലും അതിനോട് അനുബന്ധിച്ചിട്ട് ആളുകൾക്ക് ജോലി സാധ്യതയും കൂടി ഉൾക്കൊണ്ടുവരും. പിന്നെ ഈ ബിനാലയുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ബിനാല കഴിഞ്ഞാൽ അതിൽ ലേലം ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് 10 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ള ഒരു ഇതോടുകൂടിയാണ് ഈ ബിനാല ആരംഭിച്ചത് തന്നെ. അങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ ബിനാല ഫൗണ്ടേഷൻ കൊണ്ട് ഉണ്ട്. ഈ ബിനാലെ ഓരോ ഫോർട്ട് കൊച്ചിക്കാരനെ സംബന്ധിച്ച് ബിനാലെ ഇതുവരെയുള്ള ബിനാലകൾ നൽകിയ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ബിനാല വന്നിട്ട് പിന്നെ ഇവിടുത്തെ കച്ചവടക്കാർക്ക് ഒരു ബിസിനസ് കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റുള്ള മേഖലയിലൊക്കെ പിന്നെ ഹോട്ടലുമായിട്ടും ഓട്ടോറിക്ഷക്കാർ മറ്റുള്ള വാഹനങ്ങൾക്കൊക്കെ ഇപ്പം പിന്നെ ഓരോ വിദേശികൾ വരുമ്പോൾ ഇവിടെ വരാനും മറ്റുള്ള കാര്യങ്ങളും പിന്നെ ബിസിനസ്സുകൾ. നേരത്തെ പറഞ്ഞിരുന്നു കൽബത്തി എന്നാൽ നാളെയുടെ വെളിച്ചം. ആ കൽബത്തിയുടെ ഒരു ചരിത്രവും നമ്മളോട് പറഞ്ഞു തരാൻ ഇവിടെ ആളുണ്ട്. കൽബത്തി എന്ന് പറയാനുള്ളത് മറ്റേ അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇട്ട പേരാണ് കൽബത്തി, നാളത്തെ വിളക്ക്. അതിൻ്റെ അർത്ഥം അങ്ങനെ എന്നാണ് പറയണത്. പിന്നെ മുഹമ്മദ് ഭായി ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിരുന്നു കൽബത്തിയിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ ആയിരുന്നു. വിദേശികൾ പലരും പണിയുണ്ടല്ലോ, അവരും നല്ല സാധനം, അവരോടും നമ്മൾ നല്ല സാധനമാണ്. പിന്നെ ഒരുപാട് കടകൾക്ക് അതിനെ കൊണ്ട് നല്ല അനുഭവങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് കച്ചവടക്കാരുണ്ട്. ബിനാലിനെ സംബന്ധിച്ചുള്ള കച്ചവടക്കാരുണ്ട്. ഇനിയും ബിനാലെ പുരോഗമിച്ച് വരണം. എന്നാൽ നമ്മുടെ നാടിന് നല്ലൊരു അനുഗ്രഹമാണ്. സർഗാത്മകതയുടെ കലയുടെ കേന്ദ്രമായി ആസ്പിൻവാൾ ഹൗസും ഫോർട്ട് കൊച്ചിയും പരിസരവും ഒക്കെ മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ വികസനം, ഈ നാട്ടുകാരുടെ വികസനത്തിനെല്ലാം ബിനാലെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ നാട്ടുകാരിൽ നിന്നുള്ള അവരുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ ഈ ബിനാലെയും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഉപജീവന മാർഗങ്ങളുമെല്ലാം ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കലയുടെ കേന്ദ്രമായ ബിനാലെയിൽ നിന്നും ക്യാമറമാൻ ഉമർ ഗുൽമോഹറിനൊപ്പം ലെവിൻ കെ വിജയൻ, മീഡിയ 1 കൊച്ചി.